എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നോഡൽ പോളിടെക്നിക് കൗൺസിലിംഗ് അതല്ലെങ്കിൽ ജില്ലാതല സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ വരെയാണ് ചെയ്യാൻ സാധിക്കുക. പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ഓൾറെഡി നിങ്ങൾ പോളിടെക്നിക്കിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഈ ഒരു കൗൺസിലിംഗിന് സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൗൺസിലിംഗിന് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗിന് പങ്കെടുക്കാനായിട്ട് എത്ര രൂപയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട്, അതായത് ഈ ഒരു കൗൺസിലിംഗിന് പോകുന്ന സമയത്ത് എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ എടുക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്, എപ്പോഴാണ് പോവേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ അഡ്മിഷൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനുള്ള ആ ഒരു ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫൈനൽ റാങ്ക് നിങ്ങൾ ഓൾറെഡി പരിശോധിച്ചിട്ടുണ്ടാകും. അതായത് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് സ്ട്രീം 1 സ്ട്രീം 2 എന്നിങ്ങനെ 2 സെപ്പറേറ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫൈനൽ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അവിടെ ആപ്ലിക്കേഷൻ നമ്പർ അതല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കാണാൻ പറ്റും. അത് സ്ട്രീം 1ലെയും സ്ട്രീം 2ലെയും റാങ്ക് നിങ്ങൾക്ക്, അതായത് സ്ട്രീം 1ലെയും സ്ട്രീം 2ലെയും റാങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഒരു പേപ്പറിലോ മറ്റോ എഴുതി വെക്കുക. കാരണം ഈ ഒരു റാങ്ക് ഇനി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് എന്തിനാണ് റാങ്കിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒരു പേപ്പറിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ആ സ്ട്രീം 1ൻ്റെയും സ്ട്രീം 2ൻ്റെയും റാങ്ക് എത്രയാണ് എന്നുള്ളത്, സ്ട്രീം 1 ഇത്ര റാങ്ക്, സ്ട്രീം 2ന് ഇത്രയാണ് റാങ്ക് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ഹോം പേജ്, നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോവുക. പോയ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു നോഡൽ പോളിടെക്നിക് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ജില്ലയിലെയും നിരവധി പോളിടെക്നിക് കോളേജുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പോളിടെക്നിക് കോളേജുകളുടെ ഒരു ഹെഡായിട്ടുള്ള പോളിടെക്നിക് കോളേജാണ് നോഡൽ പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലെ എല്ലാവിധ പോളിടെക്നിക് കോളേജിലും വേക്കൻസി ഉള്ള സീറ്റുകളിലേക്ക് ഈ ഒരു അഡ്മിഷൻ, അതായത് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംസ്ഥാനത്തെ 14 നോഡൽ പോളിടെക്നിക് കോളേജുകളാണുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് നോഡൽ പോളിടെക്നിക് കോളേജുകളിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു നോഡൽ പോളിടെക്നിക് കോളേജ് മുതൽ നിങ്ങൾക്ക് ഈ ഒരു ബാക്കിയുള്ള 13 പോളിടെക്നിക് കോളേജ് വരെ ഉള്ള ആ നോഡൽ പോളിടെക്നിക് കോളേജിലേക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അതെങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ നമ്പർ ഓർ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ ഓർ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത്, അത് ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത മറ്റൊരു ജില്ല കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ജില്ല ഏതാണോ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തിരുവനന്തപുരം കൊടുത്തു. ഇനി എനിക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ഓക്കെ കൊടുത്ത് അത് സേവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര ജില്ലകളിലേക്ക് വേണമെങ്കിലും നോഡൽ പോളിടെക്നിക് കോളേജിലെ കൗൺസിലിംഗിലേക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പ്രിൻറ്റ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ. അത് നോക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വേക്കൻസി പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വേക്കൻസി പൊസിഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അങ്ങനെയെങ്കിലാണ് ഈ ഒരു പേജിലേക്ക് ലോഡ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേക്കൻസി പൊസിഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
ഏത് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അവിടെ ആ ഒരു പോളിടെക്നിക് കോളേജിൽ എത്ര വേക്കൻസി ഓരോ വിഭാഗങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ജനറൽ കാറ്റഗറിയിൽ സീറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി, അതായത് ചില വിദ്യാർത്ഥികൾ THSLC പഠിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ VHSC പഠിച്ചിട്ടുണ്ടെങ്കിലോ അതിനൊക്കെ റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിസർവേഷൻസും കാര്യങ്ങളൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരെ ജനറൽ സീറ്റിലേക്കും പരിഗണിക്കപ്പെടുന്നതായിരിക്കും. കാരണം പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് ജനറൽ സീറ്റ് അവിടെ വേക്കൻസി ഉണ്ട്, എന്നാൽ അതിലേക്ക് നമ്മളെ പരിഗണിക്കുമോ നമ്മുടെ ആ ഒരു കാറ്റഗറിയിൽ സീറ്റ് ഇല്ലെങ്കിൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ ആ ഒരു കാറ്റഗറിയിലേക്ക് പരിഗണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ജനറൽ സീറ്റിലേക്കും പരിഗണിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ആ ഒരു സീറ്റ് വേക്കൻസിയിലേക്കും പരിഗണിക്കും. ഇനി നിങ്ങൾക്ക് അടുത്ത ജില്ലയിലെ അല്ലെങ്കിൽ അടുത്ത പോളിടെക്നിക് കോളേജിലെ വേക്കൻസി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജില്ല ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് അവിടുത്തെ ആ ഒരു കോളേജ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു വേക്കൻസിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് വീണ്ടും ചെക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെ ആ ഒരു കോഡ്, ഏത് കോഴ്സിലാണ് വേക്കൻസി എന്നുള്ളത് മുകളിൽ AM എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോഴ്സാണ്, അതുപോലെ തന്നെ CR എന്നുള്ളത് കോഴ്സാണ്, അതുപോലെ തന്നെ IC എന്ന് പറയുന്നത് ഒരു കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പൂർണ്ണരൂപം, അതായത് ഫുൾ ഫോം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ ഡൗൺലോഡ്സ് ഓപ്ഷൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് ഇവിടെ പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അനെക്സ്റ്റഡ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ചില സമയത്ത് നിങ്ങൾ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് വീണ്ടും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടോ അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു കോഡ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ AU എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതുപോലെ AM എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതുപോലെ AR എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ. ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകളുടെ ആ ഒരു ഡീറ്റെയിൽസ്, ആ ഒരു കോഴ്സിൻ്റെ കോഡ് എന്താണ്, അതുപോലെ തന്നെ കോഴ്സ് കോഡിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് നോക്കിയിട്ട് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം തന്നെയാണ് ഈ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ വരുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഫോം ഓഫ് ഓതറൈസേഷൻ ലെറ്റർ അനെക്സ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ കൈവശം അത് നിങ്ങൾക്ക് കൊടുത്ത് അയക്കാവുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ചാനൽ ഡീറ്റെയിൽഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ജസ്റ്റ് ഞാൻ അത്രമാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. കാരണം സ്പോട്ട് അഡ്മിഷനിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇങ്ങനെ ഓരോ ജില്ലയിലെയും ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജ് ഏതാണോ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ 14 നോഡൽ പോളിടെക്നിക് കോളേജുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും അപേക്ഷിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം തിരുവനന്തപുരത്തുള്ള ആ ഒരു സീറ്റിൻ്റെ ആ ഒരു ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള, അതായത് ഇപ്പോൾ ആലപ്പുഴ നോക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടില്ല. അപ്പോൾ അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയായിട്ട് വരുന്നത് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഇതിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ, അതായത് ആ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലാണോ ഹാജരാവേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിലേക്ക് 1ാം വർഷ ഡിപ്ലോമ കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ 2025 ജൂലൈ മാസം 16, 17, 18 തീയതികളിൽ താഴെ പറയുന്ന സമയക്രമം അനുസരിച്ച് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അതായത് 16/7/2025 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അംഗപരിമിതർ, അതുപോലെ കുശവൻ, പട്ടികവർഗം, കുടുംബി, അനാഥൻ, THSLC, അതുപോലെ VHSC സർട്ടിഫിക്കറ്റ് ഉള്ളവർ, ടെക്സ്റ്റൈൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ, വനിതാ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതായത് HCT വിഭാഗത്തിൽ താല്പര്യമുള്ള ശ്രവണ വൈകല്യമുള്ളവർ എന്നീ വിഭാഗത്തിലുള്ള എല്ലാവരും രാവിലെ 16-ാം തീയതി രാവിലെ 9 മണിക്കാണ് സ്ട്രീം 1ൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഹാജരാവേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണ് അപേക്ഷിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ സ്ട്രീം 1ൻ്റെ റാങ്ക് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ 9 മണിക്ക്, അത് 16-ാം തീയതി
ബുധനാഴ്ച രാവിലെ 9 മണിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ 4000 വരെ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 4000 വരെയുള്ള എല്ലാ വിഭാഗക്കാരും ആ ഒരു സമയത്ത് രാവിലെ 9 മണിക്കൊക്കെ പോളിടെക്നിക് കോളേജിൽ ഹാജരായിട്ട് ഈ ഒരു കൗൺസിലിംഗ് പങ്കെടുക്കണം, അതായത് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ കാണാം ഉച്ചയ്ക്ക് 12 മണിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 4001 മുതൽ 6000 വരെയുള്ള എല്ലാ വിഭാഗക്കാരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട റാങ്ക് 6001 മുതൽ 8000 വരെയുള്ള എല്ലാ വിഭാഗക്കാരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രീം 1ൻ്റെ റാങ്ക് എത്രയാണോ ഇതിൽ ഉള്ളതാണോ, നിങ്ങൾ തിരുവനന്തപുരത്ത് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സമയം നോക്കിയിട്ടാണ് നിങ്ങൾ ഏത് ദിവസമാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏത് സമയത്താണ് വരേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് റാങ്ക് മുതൽ ആണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് ഹാജരാവണം. അതുപോലെ തന്നെ സ്ട്രീം 2 റാങ്ക്, നിങ്ങൾ സ്ട്രീം 1ൻ്റെ റാങ്ക് ഉണ്ട്, അതുപോലെ സ്ട്രീം 2ൻ്റെ റാങ്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു 2 റാങ്കുകളുടെയും ആ ഒരു സമയത്ത് നിങ്ങൾ ഏത് സമയത്താണ് ഹാജരാവേണ്ടത്, അതുപോലെ തന്നെ ഏത് സമയത്താണ്, അതുപോലെ ഏത് ദിവസമാണ് ഹാജരാവേണ്ടത്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള അടുത്ത കാര്യമാണ് സ്ട്രീം 1 ആൻഡ് സ്ട്രീം 2. അത് നിങ്ങളുടെ സ്ട്രീം 1 റാങ്ക് ഉണ്ടെങ്കിലും സ്ട്രീം 2 റാങ്കിലുള്ള വിദ്യാർത്ഥികളും 18-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ശാസ്ത്രീയ പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ ഫീസും കാര്യങ്ങളും അതുപോലെ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പങ്കെടുക്കുവാനായിട്ട് പങ്കെടുക്കുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും, അതായത് SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ VHSC, ഇതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനൽ ഹാജരാക്കണം. അതായത് ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ ഹാജരാക്കണം. അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒഴിവുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോളി വെബ്സൈറ്റിൽ ലഭ്യമാണ്. അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ വാർഷിക വരുമാനം ഈ ഒരു 1 ലക്ഷം വരെയുള്ള വിദ്യാർത്ഥികൾ 1000 രൂപയും മറ്റുള്ളവർ 4200 രൂപയുമാണ് ഫീസ് ഇനത്തിൽ ആയിട്ട് അടക്കേണ്ടത്. PTA ഫണ്ടിന് പുറമെയാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടത്. അതുപോലെ തന്നെ ഫീസ് നിങ്ങൾക്ക് QR കോഡ് ഉപയോഗിച്ച് മാത്രമേ സ്വീകരിക്കുള്ളൂ. അഡ്മിഷന് വിദ്യാർത്ഥിയോടൊപ്പം രക്ഷിതാവും ഹാജരാവേണ്ടതാണ്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡീറ്റെയിൽസ് നോക്കാം. അതായത് സ്ട്രീം 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി കോഴ്സുകളാണ് സ്ട്രീം 1-ൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ കിട്ടുക. അതുപോലെ സ്ട്രീം 2 ആണെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് സ്ട്രീം 2-ൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ ഇത് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ ഒന്നിൻ്റെ, അതായത് ഈ ഒരു തിരുവനന്തപുരത്തെ അതിൻ്റെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്നുള്ളത്, അപ്പോൾ ആ ഒരു കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അതായത് കൗൺസിലിങ്ങിനായിട്ട് ഒന്നിലധികം ജില്ലകളിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ജില്ലയിലെ കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഷെഡ്യൂൾ നിങ്ങൾ ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എങ്ങനെയാണ് അഡ്മിഷൻ നേടുക എന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏത് ദിവസമാണോ നിങ്ങൾ അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടത് അതിൻ്റെ ഡേറ്റ്സ് കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കണ്ണൂർ പോളിടെക്നിക്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ഷെഡ്യൂൾ പറഞ്ഞിട്ട്, അതായത് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ എപ്പോഴാണ് പോവേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ സർക്കാർ അല്ലെങ്കിൽ IHRDE, അതുപോലെ തന്നെ ശാസ്ത്രീയ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള 1-ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിനായിട്ടുള്ള ജില്ലാതല കൗൺസിലിങ്ങിനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും 2025 ജൂലൈ 16, 17, 18, 19 തീയതികളിൽ കണ്ണൂർ തോട്ടട ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ച് താഴെ പറയുന്ന സമയക്രമം അനുസരിച്ച് പങ്കെടുക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏത് പോളിടെക്നിക് കോളേജിൻ്റെ ഷെഡ്യൂൾ ആയിരുന്നാലും, അതായത് ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ ജില്ലകളിലെ പോളിടെക്നിക് കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ടാണ് നോഡൽ പോളിടെക്നിക് കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രീം 1ൻ്റെ റാങ്ക് എത്രയാണ്, നിങ്ങളുടെ റാങ്കിൽ സ്ട്രീം 1-ന് നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ആ സ്ട്രീം 1ൻ്റെ റാങ്ക്, അതുപോലെ തന്നെ ഏത് ദിവസമാണ് ആ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൗൺസിലിംഗ് നടക്കുന്നത്, അപ്പോൾ അത് എപ്പോഴാണ് നോക്കുക. അതുപോലെ തന്നെ സ്ട്രീം ഏതാണ്, സ്ട്രീം 1 ആണോ 2 ആണോ എന്നുള്ള കാര്യം നോക്കുക. അതിനുശേഷം ഇവിടെ കൊടുക്കുന്നുണ്ട്, അതായത് ഇനി നിങ്ങൾ ഈ ഒരു സ്ട്രീം നോക്കിയ ശേഷം പിന്നീട് റാങ്ക് ആണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രീം 1ൻ്റെ റാങ്ക് എത്രയാണോ, അതായത് ഇപ്പോൾ 1 മുതൽ 4000 വരെയാണോ, അല്ലെങ്കിൽ 4001 മുതൽ 7000 വരെ, അതുപോലെ തന്നെ ഇവിടെ റാങ്ക് കാണാം 7001 മുതൽ 10,000 വരെയുള്ള ആ ഒരു റാങ്കിലുള്ള വിദ്യാർത്ഥികൾ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ റാങ്കുകാരും ഏത് സമയം വരെയാണ് ഹാജരാവേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 മുതൽ 4000 വരെയുള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികൾ രാവിലെ 9 മണി മുതൽ 10 മണി വരെ, അതുപോലെ 4001 മുതൽ 7000 വരെയുള്ളവർ രാവിലെ 11 മണി മുതൽ 12 മണി വരെ, അതുപോലെ 7001 മുതൽ 10,000 വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാം. ചില ഈ ഒരു പോളിടെക്നിക് കോളേജിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവർ
വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിൽ പങ്കെടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ 17-ാം തീയതിയുണ്ട്, അത് 16-ാം തീയതി ബുധനാഴ്ചയുണ്ട്, അതുപോലെ 17-ാം തീയതി വ്യാഴാഴ്ചയുണ്ട്. അതും സ്ട്രീം 1 ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ട്രീം 1-ൽ തന്നെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 10,001 മുതൽ 14,000 വരെയുള്ള വിദ്യാർത്ഥികൾ രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് ഈ ഒരു പോളിടെക്നിക് കോളേജിൽ പോവേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും മാത്രമാണ്. നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നോക്കുക. അതായത് ആദ്യം നിങ്ങൾ ഈ ഒരു കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അത് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. അതായത് നോഡൽ പോളിടെക്നിക് കൗൺസിലിംഗ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്ലിപ്പ് കിട്ടും. അത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ആ ഒരു കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. അതിൽ നിങ്ങളുടെ സ്ട്രീം 1-ൻ്റെ റാങ്ക് എത്രയാണ്, അതുപോലെ സ്ട്രീം 1-ൻ്റെ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾ ഏത് ദിവസമാണോ ഹാജരാവേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇപ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 4,000 ആണെന്ന് വിചാരിക്കുക. സ്ട്രീം 1-ൻ്റെ റാങ്ക് 4,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 1 മുതൽ 4,000 വരെയുള്ള വിദ്യാർത്ഥികൾ രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് 16-ാം തീയതിയാണ് ഹാജരാവേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു സമയത്താണ് ആ ഒരു പോളിടെക്നിക് കോളേജിൽ എത്തേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തേണ്ടതാണ്. അഥവാ എത്തിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനുള്ള സൗകര്യം നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രീം 2-ൻ്റേത് എന്താണെന്നുള്ളത്. അപ്പോൾ സ്ട്രീം 2-ൻ്റെ ആ ഒരു അതായത് കൗൺസിലിംഗ് നടക്കുന്നത്, അതായത് സ്ട്രീം 2-ൻ്റെ റാങ്ക് നോക്കിയിട്ട് കൗൺസിലിംഗ് നടക്കുന്നത് ഈ ഒരു 19-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെയാണ്. അത് നിങ്ങൾക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പയ്യന്നൂർ വനിതാ പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ബ്രാഞ്ചിൽ അപേക്ഷിച്ച എല്ലാവർക്കും ആ ഒരു സമയത്ത് സ്ട്രീം 2-ൻ്റെ റാങ്ക് അനുസരിച്ച് അതിൽ പങ്കെടുക്കാൻ പറ്റും. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ഒന്നാമത്തേത് നിങ്ങൾ കൗൺസിലിങ്ങിന് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ രജിസ്ട്രേഷൻ സ്ലിപ്പ്. അടുത്തതായിട്ട് SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ CBSE അല്ലെങ്കിൽ VHSC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇതിലേതാണോ നിങ്ങൾ പാസ്സായിട്ടുള്ളത് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതായത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ് TC. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ ഇൻകം എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തഹസിൽദാർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രത്യേക കോട്ടയോ റിസർവേഷനോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ അഡ്മിഷൻ സ്ലിപ്പ്, മുമ്പത്തെ അലോട്ട്മെൻറ്റിന് ലഭിച്ച ബ്രാഞ്ച് അല്ലെങ്കിൽ കോളേജ് മാറ്റം ആവശ്യമുള്ളവർ, അതായത് വിദ്യാർത്ഥികൾ നിലവിൽ ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സ്ലിപ്പാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന സമയത്ത് എടുക്കേണ്ടത്. ഇനിയൊരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അഡ്മിഷൻ വേളയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. വൈകിയെത്തുന്ന അപേക്ഷകരെയും അതുപോലെ തന്നെ പരിശോധനയ്ക്ക് ഹാജരാകാതിരുന്ന അപേക്ഷകരെയും അന്നേ ദിവസം അഡ്മിഷനായിട്ട് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ സർക്കാർ പോളിടെക്നിക് കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്ന 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾ ഫീസ് ഇനത്തിൽ 1,000 രൂപയും അതുപോലെ തന്നെ മറ്റുള്ളവർ 4,215 രൂപയുമാണ് PTA ഫണ്ടിന് പുറമെ നൽകേണ്ടത്. അതുപോലെ ശാസ്ത്രീയ പോളിടെക്നിക് കോളേജിൽ പ്രോസ്പെക്ടസിൽ അനുസരിച്ചുള്ള ഫീസാണ് നൽകേണ്ടത്. അതുപോലെ ഫീസ് QR കോഡ് അതുപോലെ ATM കാർഡ് ഉപയോഗിച്ച് മാത്രമേ സ്വീകരിക്കുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പൽ നോഡൽ പോളിടെക്നിക് കോളേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും, അതായത് നിങ്ങളിപ്പോൾ ഏത് പോളിടെക്നിക് കോളേജിലാണ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോട്ടയത്തും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെയും ആ ഒരു ഷെഡ്യൂൾ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഷെഡ്യൂളിൽ എൻ്റെ സ്ട്രീം 1-ൻ്റെ റാങ്ക് എപ്പോഴാണ്, അതായത് ആ ഒരു പോളിടെക്നിക് കോളേജിൽ ഏത് സമയത്താണ്, അതായത് ഏത് ദിവസമാണ്, അതുപോലെ ഏത് സമയത്താണ് എൻ്റെ ആ ഒരു റാങ്കിലുള്ള, അതായത് എൻ്റെ റാങ്ക് എന്ന് പറയുമ്പോൾ ഒരു 4,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴാണ്, ഏത് ദിവസമാണ്, ഏത് സമയത്താണ് ഞാൻ ഈ ഒരു പോളിടെക്നിക് കോളേജിൽ പോവേണ്ടത് അത് കൃത്യമായിട്ട് നോക്കുക. നോക്കിയ ശേഷം ആ ഒരു ദിവസം എപ്പോഴാണ്, ആ ഒരു സമയം എപ്പോഴാണ്, ആ ഒരു സമയത്തിന് കണക്കായിട്ട് തന്നെ ഞാൻ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അഥവാ ലേറ്റായി പോയി കഴിഞ്ഞാൽ ഇതിന് പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു റാങ്കിൽ നിങ്ങളുടെ റാങ്ക് ഏതാണ്, അല്ലെങ്കിൽ ഏത് ആ ഒരു റേഞ്ചിനിടയിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1 മുതൽ 4,000 വരെ എന്ന് പറയുമ്പോൾ അതിനിടയിലുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് റേഞ്ചിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ റാങ്ക് വരുന്നത്, അപ്പോൾ ആ ഒരു റാങ്കുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു
പോളിടെക്നിക് കോളേജിൽ എപ്പോഴാണ് പോവേണ്ടത്, അതുപോലെ ഏത് സമയത്താണ് എത്തേണ്ടത്, ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു പോളിടെക്നിക് കോളേജിൽ പോവേണ്ടത്. അതുപോലെ തന്നെ ഒന്നിലധികം പോളിടെക്നിക് കോളേജിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ള, അത് കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സെയിം ഡേ തന്നെയാണ് ഈ ഒരു കൗൺസിലിംഗ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു പോളിടെക്നിക് കോളേജിൽ നിങ്ങൾക്ക് പകരമായിട്ട് വേറെ ഒരാളെ അയക്കാവുന്നതാണ്. അങ്ങനെ അയക്കുന്നതിനാണ് പ്രോക്സി എന്ന് പറയുന്നത്. പ്രോക്സി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ, അതായത് ആദ്യത്തെ സെയിം ഡേ തന്നെ 2ഓ അതിലധികമോ ഈ ഒരു പോളിടെക്നിക് കോളേജിലെ കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഇഷ്ടപ്പെട്ട പോളിടെക്നിക് കോളേജിൽ നിങ്ങൾ പോവുക. അതുപോലെ തന്നെ ബാക്കിയുള്ളിടത്ത് നിങ്ങളുടെ പാരൻസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പകരമായിട്ട് അയക്കാവുന്നതാണ്. അങ്ങനെ പകരം അയക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കൗൺസിലിങ്ങിൻ്റെ സ്ലിപ്പിൻ്റെ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടാകും. ആ ഒരു പ്രിൻറ്റിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ, അതായത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ്റെ, അതായത് പോളിടെക്നിക് കോളേജിൽ ആദ്യമായിട്ട് അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകരം നിങ്ങൾ ഇന്നയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഒരു ലെറ്ററാണ് ഓതറൈസേഷൻ ലെറ്റർ. അപ്പോൾ അതിൻ്റെ ഫോമായിട്ട് കൃത്യമായിട്ട് ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അതായത് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇവിടെ അനക്സ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് പകരമായിട്ട് ആരെയാണോ അയക്കുന്നത് അവരുടെ കൈവശം കൊടുത്തയക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അടക്കാനുള്ള ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അഡ്മിഷന് പോകുന്ന സമയത്ത് ഫീസ് എത്രയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫീസൊക്കെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ UPIയോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു 10 ലക്ഷം അല്ല, 1 ലക്ഷം രൂപയ്ക്ക് താഴെ, അതായത് 1 ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ 1000 രൂപയാണ് ഫീസ് ഇനത്തിൽ അടക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്കി നിങ്ങൾ കോളേജിൽ പോയിട്ട് അതുപോലെ തന്നെ ബാക്കി PTA ഫണ്ട് പോലുള്ള ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള വിദ്യാർത്ഥികൾ 4240 രൂപയാണ് അടക്കേണ്ടത്. ഏകദേശമാണ്. ഇതോടൊപ്പം PTA ഫണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6000-7000 രൂപ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരിക എത്രയാണെന്ന് ചോദിച്ചാൽ പ്രോസ്പെക്ടസ് പ്രകാരം ഏകദേശം 22,000 രൂപയാണ് അഡ്മിഷൻ ഫീസ് സെൽഫ് ഫിനാൻസിൽ വരുന്നത്. അതുപോലെ കോസ്റ്റ് ഷെയറിംഗ് ആണെങ്കിൽ അവിടെ 15,000 രൂപയാണ് ഈ ഒരു ഫീസ് ഇനത്തിൽ വരുന്നത്. അതൊക്കെ നിങ്ങൾ ഡെബിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPIയോ വെച്ച് അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ATM കാർഡും അതായത് ഡെബിറ്റ് കാർഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു PTA ഫണ്ട് വേറെ എക്സ്ട്രാ ഉണ്ടാകും. ഈ ഒരു രീതിയിൽ, അതായത് കുറേ ഫീസ് നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിലാണ് ഈ ഒരു കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നതാണ്. അതുപോലെ IHRD ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഫീസ് വരും. ഗവൺമെൻറ് കോളേജാണ് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വളരെയധികം കുറവായിരിക്കും. അതായത് ഏകദേശം ഒരു 5000 രൂപയോളം മാത്രം മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.